കോപ്പറേറ്റീവ് എഡ്യൂടെക്കിന്റെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് കേരള PSC പരീക്ഷ സിലബസ് പ്രകാരം 9ാമത്തെ മൊഡ്യൂളായ മാർക്കറ്റിംഗ് മാനേജ്മെന്റിലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ എന്ന ഭാഗമാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയത്. ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ക്ലാസ്സിന്റെയും അതുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യനുകൾ PYQ ഉൾപ്പെടെ തൊട്ടടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ക്ലാസ്സിന്റെ നോട്ടുകൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പും ഫോളോ ചെയ്യുക. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന ഭാഗത്തേക്ക് പോകാം. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം പറയാം. സാധാരണ ബാങ്കിൽ നിന്ന് മെയിൽ വരാറുണ്ട്, SMS വരാറുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു പരിചയമില്ലാത്ത സ്ഥാപനങ്ങളിൽ പോലും നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്. അവർക്ക് ലോൺ ഉണ്ട് ഇത്ര എന്നൊക്കെ റേറ്റ് ഒക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നമ്മൾ ആമസോണോ ഫ്ലിപ്കാർട്ടോ ഉപയോഗിക്കുന്ന സമയത്ത് കാർട്ടിലേക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഉദ്ദേശം കൊണ്ട് അത് കാർട്ടിലേക്ക് ആഡ് ചെയ്ത് വെച്ച് പക്ഷെ പർച്ചേസ് നടത്തിയില്ല. അതിനുശേഷം നിരന്തരമായിട്ട് SMS വരാറുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് വരാറുണ്ട്, ഇമെയിൽ വന്നേക്കാം. നിങ്ങൾ കാർട്ടിൽ വെച്ച പ്രൊഡക്റ്റിന് ഇത്ര % ഓഫർ അല്ലെങ്കിൽ പ്രൈസ് റിഡക്ഷൻ ഉണ്ട്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലും ചിലപ്പോൾ റിമൈൻഡർ പോലെ വന്നേക്കാം. പ്രൈസിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ യഥാർത്ഥത്തിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഭാഗമാണ്. അതൊന്നുകൂടി പറഞ്ഞാൽ ECRM, ഇലക്ട്രോണിക് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഭാഗമായിട്ടാണ് ഇത്തരം മെയിലുകളും പരസ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മീനിങ് നോക്കാം. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് റെഫേഴ്സ് ടു ദി സ്ട്രാറ്റജീസ്, ടെക്നോളജീസ് ആൻഡ് പ്രാക്ടീസ് ദാറ്റ് കമ്പനീസ് യൂസ് ടു മാനേജ് ആൻഡ് അനലൈസ് ഇന്ററാക്ഷൻ വിത്ത് കസ്റ്റമേഴ്സ് ത്രൂ ഔട്ട് ദി കസ്റ്റമർ ലൈഫ് സൈക്കിൾ. ഒരു കസ്റ്റമർ ലൈഫ് സൈക്കിളിലുള്ള ത്രൂ ഔട്ട് ആയ ഇന്ററാക്ഷൻ ആണ് ശരിക്കും കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള സ്ട്രാറ്റജികൾ, ടെക്നോളജി, പ്രാക്ടീസ്, പിന്നെ കമ്പനി ഇന്ററാക്ഷന് ഭാഗമായിട്ട് പല തരത്തിലും എന്ത് ചെയ്യാറുണ്ട്, ഈ രീതിയിൽ ആളുകളെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ പിറകെ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഒരു ടേം ഉപയോഗിച്ചിട്ട് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ നമുക്കറിയാം, പക്ഷെ കസ്റ്റമർ ലൈഫ് സൈക്കിളിന്റെ ഒരു കസ്റ്റമർ ലൈഫ് സൈക്കിൾ ത്രൂ ഔട്ട് എന്നാണ്, ത്രൂ ഔട്ട് ദി കസ്റ്റമർ ലൈഫ് സൈക്കിൾ. അപ്പൊ എന്താണ് കസ്റ്റമർ ലൈഫ് സൈക്കിൾ? പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ പോലെ തന്നെ ഒരു കസ്റ്റമർ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുന്നു, അവയർനെസ് അല്ലെ, ഒരു ആദ്യമായിട്ട് അറിവ് ലഭിക്കുകയാണ്. ഇന്ന ടീമിന് ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഇത് എനിക്ക് ആവശ്യമുള്ളതാണല്ലോ, ഒരു അവയർനെസ് ഉണ്ടാവുകയാണ്. അത് ഫസ്റ്റ് സ്റ്റേജ് ആണ് ഈ ലൈഫ് സൈക്കിളിലെ. രണ്ടാമത്തെ സ്റ്റേജ് കൺസിഡറേഷൻ ആണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആ പ്രൊഡക്റ്റും മറ്റുള്ള പ്രൊഡക്റ്റുമായിട്ട് അത് കമ്പയർ ചെയ്യാണ്, കൺസിഡർ ചെയ്യാണ്. അതിനുശേഷം ഒന്ന് പർച്ചേസ് ചെയ്യുന്നു, അതിൽ ഒന്ന് ഓപ്റ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്നു, അത് വാങ്ങുന്നു, ആ ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞത് അവസാനിക്കുന്നില്ല. റീടെൻഷൻ, കാരണം ആ വാങ്ങിയ ആളെ വീണ്ടും അത് വാങ്ങിപ്പിക്കേണ്ടതുണ്ട്, അയാളെ ആ നെറ്റ്വർക്കിൽ നിർത്തേണ്ടതുണ്ട്. അപ്പൊ വീണ്ടും വായിപ്പിക്കുക അല്ലെങ്കിൽ വീണ്ടും വാങ്ങുന്നതാണ് അടുത്തത്, റീടെൻഷൻ ചെയ്യാം. പിന്നെ ലോയാലിറ്റിയാണ് ഏറ്റവും ലാസ്റ്റ്. അയാൾ എന്ത് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ആ ബ്രാൻഡിനോട് ട്രസ്റ്റ് വന്നിട്ടുണ്ട്, കസ്റ്റമർക്ക് ബ്രാൻഡിനോട് ചേർന്ന് പോകുക, മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറുന്നുണ്ട്. അതാണ് കസ്റ്റമർ ലൈഫ് സൈക്കിളിന്റെ 5 ഘട്ടങ്ങൾ: അവയർനെസ്, കൺസിഡറേഷൻ, പർച്ചേസ്, റിട്ടൻഷൻ, ലോയാലിറ്റി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഓൺലൈൻ ആപ്പുകളുടെ കാലമാണ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു ബൈജു ആപ്പിന്റെ പരസ്യം കാണാൻ, ആ പരസ്യത്തോടുകൂടി അവയർനെസ് കിട്ടി, അതിനെപ്പറ്റി അറിയാൻ സാധിച്ചു. പക്ഷെ ആ സെഗ്മെന്റിൽ വേറെയും ആപ്പുകളുണ്ട്, വേറെയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പിന്നീടാണ് അൺഅക്കാഡമിയുമായിട്ട് അത് താരതമ്യം ചെയ്യാണ്, അത് കമ്പയർ ചെയ്യാൻ, കൺസിഡറേഷൻ നടത്തുകയാണ് രണ്ടാമത്തെ സ്റ്റേജ്. ആ കൺസിഡറേഷൻ ശേഷം ഒന്ന് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്, ബൈജുവിന്റെ സബ്സ്ക്രിപ്ഷൻ തന്നെ എടുക്കാൻ വിചാരിച്ചു. അപ്പൊ അങ്ങനെ ബൈജു സബ്സ്ക്രിപ്ഷൻ പർച്ചേസ് ചെയ്തു, അങ്ങനെ പർച്ചേസ് നടന്നു. ഇനിയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്, റീടെൻഷൻ ചെയ്യണം. കാരണം ക്ലാസ്സുകൾ തീർച്ചയായും കേൾക്കുന്നുണ്ട്, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട്, റിടെൻഷൻ സ്റ്റേജിലേക്ക് എത്തി. പിന്നെയാണ് ലോയാലിറ്റി. അത് സാറ്റിസ്ഫൈഡ് ആയതോട് കൂടിയിട്ട് എന്താണ്, ലോയൽ കസ്റ്റമറായി. മാത്രമല്ല മറ്റുള്ള സുഹൃത്തുക്കൾക്കും സർക്കിളിൽ ഉള്ള ആളുകൾക്കും ഈ ബൈജു ആപ്പ് എന്ത് ചെയ്യുന്നു, സജസ്റ്റ് ചെയ്യുന്നു, റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വ്യത്യസ്ത ഘട്ടങ്ങൾ എന്തിനുണ്ട്, കസ്റ്റമർ ലൈഫ് സൈക്കിൾ ഉണ്ട്. അപ്പൊ ഈ ലൈഫ് സൈക്കിളിന്റെ ഇടയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓർഗനൈസേഷൻ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രാക്ടീസിലൂടെ
എന്താ പറയാ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കസ്റ്റമറെ മാനേജ് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പർച്ചേസ് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, അതിനെ പറ്റിയ അടുത്ത പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഇന്ററാക്ഷൻസ് അനലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ലോണിന്റെ കേസ് ആണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ഒരു ലോണിന്റെ പരസ്യം ക്ലിക്ക് ചെയ്ത് നമ്മുടെ നമ്പറും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പരസ്യങ്ങൾ എളുപ്പമാണല്ലോ, ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ തന്നെ ബാക്കി ഡീറ്റെയിൽസ് അവർക്ക് കിട്ടും. അപ്പൊ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള നമ്മുടെ എൻക്വയറി എന്തായിരുന്നു, അതിന്റെ റിപ്ലൈ എന്തായിരുന്നു, നമുക്ക് ഏത് മേഖലയിലാണ് ഫെയിലിയർ വന്നത്, എനിക്ക് ഏത് ഡോക്യുമെന്റാണ് കിട്ടാത്തത്, അപ്പൊ അതിന്റെ സൊല്യൂഷൻ അങ്ങനെ പിന്നീട് എപ്പോഴെങ്കിലും വേണമെങ്കിൽ അവർക്ക് വീഡിയോ ട്രാക്ക് ചെയ്യാൻ പറ്റും. അന്നത്തെ വിഷയം എന്തായിരുന്നു, അതല്ലെങ്കിൽ അതിന് സൊല്യൂഷനായിട്ട് മറ്റൊന്ന് ഒരു പരിഹാരം സജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവർ പറയും നെക്സ്റ്റ് വീക്ക്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് അതേ സമയത്ത് വീണ്ടും അവരെന്ത് ചെയ്യും, കോണ്ടാക്ട് ചെയ്യും. അപ്പൊ ആ രീതിയിലൊക്കെ ചെയ്യണമെങ്കിൽ ശരിക്കും കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് എന്ന് അതിനെ പറയല്. ഇത് എന്തിനാ ചെയ്യുന്നത് ചോദിച്ചാൽ എയിം എന്താണ്, ടു ഇംപ്രൂവ് കസ്റ്റമർ സർവീസ്, ബിൽഡ് ലോങ് ടേം റിലേഷൻഷിപ്പ്, ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി. നിലവിലുള്ള കസ്റ്റമറെ നിലനിർത്തിയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ CRM-ന്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജറിലൂടെ കസ്റ്റമർ സർവീസ് ഇംപ്രൂവ് ചെയ്യുക. ഒരു കാർ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ അതെടുത്ത് പോന്നു കഴിഞ്ഞാൽ അവർ വിളിക്കാറുണ്ട്, എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, സാറ്റിസ്ഫൈഡ് അല്ലേ, ഫീഡ്ബാക്ക് എന്താ. അപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സൊല്യൂഷൻ പറയാറുണ്ട്, താങ്കൾ വണ്ടി വീണ്ടും കൊണ്ടുവരികയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവർ പറയാറുണ്ട്. അതിനുശേഷം വീണ്ടും വിളിച്ചേക്കാം. കാരണം അങ്ങനെ വിളിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ ആ കസ്റ്റമർ നിലനിർത്താൻ പറ്റുള്ളൂ. പോവുകയാണെങ്കിൽ ആ കസ്റ്റമർ മാത്രമല്ല പോവുക. ഇന്നത്തെ കാലത്ത് ഓരോ വാഹനങ്ങൾക്ക് വരെ വാട്സപ്പ് ഗ്രൂപ്പുകളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഗ്രൂപ്പിൽ ഇതേ ഒരു മെസ്സേജ് ഇട്ടാൽ, നെഗറ്റീവ് മെസ്സേജ് ഇട്ടാൽ ഒരു വാഹനമല്ല പോവുക, നിരവധി വാഹനങ്ങൾ, നിരവധി അവരെ എന്ത് ചെയ്യും, ബിസിനസ്സിനെ ബാധിക്കുന്ന രീതിയിലേക്ക് ഒറ്റ സിംഗിൾ ചെറിയ മെസ്സേജ് മതി കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതിനൊക്കെ സൊല്യൂഷൻ ആയിട്ടാണ് ഈ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് മുന്നോട്ട് പോകാം. നോക്കാം എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് CRM. മെയിൻ ആയിട്ട് ഒബ്ജക്റ്റീവ് ഒന്ന്, കസ്റ്റമർ റിട്ടൈൻ ചെയ്യാൻ, റിട്ടൻഷൻ, കസ്റ്റമർ അക്വിസിഷൻ, പ്രോഫിറ്റബിലിറ്റി, പേഴ്സണലൈസേഷൻ. ഓരോ ആൾക്ക് വ്യത്യസ്ത ആവശ്യമായിരിക്കുമല്ലോ. അപ്പം കസ്റ്റമർ റിട്ടൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, മെയിൻറ്റെയിൻ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ത്രൂ ട്രസ്റ്റ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. നിലവിലുള്ള കസ്റ്റമറെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകണം. നിലവിലുള്ള ആളെ നഷ്ടപ്പെടാതെ നോക്കണം. പുതിയ ആളെ കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, നിലവിലുള്ള കസ്റ്റമറെ പോവാതെ നോക്കണം. ഇപ്പൊ SBI ബാങ്ക് എന്ത് ചെയ്യാറുണ്ട്, ലോയാലിറ്റി റിവാർഡ് പോയിന്റ് നൽകാറുണ്ട്. ഓരോ ട്രാൻസാക്ഷന് പോയിന്റ് കയറാറുണ്ട്. അപ്പം പോയിന്റ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ SBI ബാങ്ക് UPI കാർഡ് ട്രാൻസാക്ഷൻ നടത്തിയേക്കാം. അപ്പൊ അതുപോലെ പല ടീമും എന്ത് കൊടുക്കാറുണ്ട്, ഈ ലോയാലിറ്റി റിവാർഡ് പോയിന്റ് കൊടുക്കാറുണ്ട്, പല എന്താ പറയുക ഷോപ്പുകൾ നൽകാറുണ്ട്. അപ്പൊ അത് കസ്റ്റമർ റിട്ടൻഷന്റെ ഭാഗമാണ്, കസ്റ്റമറെ നിലനിർത്താൻ. അപ്പൊ പോയിന്റ് നഷ്ടപ്പെടേണ്ട, പോയിന്റ് വീണ്ടും വന്നോട്ടെ എന്ന വിചാരത്തോടു കൂടി വീണ്ടും വന്നേക്കാം. പിന്നെ ഉള്ളത് കസ്റ്റമർ അക്വിസിഷൻ ആണ്. അട്രാക്ട് ന്യൂ കസ്റ്റമർ വിത്ത് എഫക്റ്റീവ് സർവീസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് മുകളിലത്തെ കാര്യം കസ്റ്റമർ റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് കസ്റ്റമർ കാര്യമാണ്. രണ്ടാമത്തത് ഇനിക്ക് പുതിയ ആളെ ആഡ് ചെയ്യലാണ്, കസ്റ്റമർ അക്വിസിഷൻ, അക്വയർ ചെയ്യലാണ്. പുതിയ ആളെ എങ്ങനെ അക്വയർ ചെയ്യിക്കാം? ഇപ്പം മുമ്പ് നമുക്കറിയാം, ജിയോ ഒരു സമയത്ത് ഫ്രീ ആയിട്ട് ഡാറ്റ ഓഫർ നൽകി അല്ലെ. അതായത് സിം എടുക്കുന്ന എല്ലാവർക്കും അവരെന്ത് ചെയ്ത് ഫ്രീ ആയിട്ട് ഡാറ്റ നൽകി. ഏത് കാലത്താണ്? ബാക്കിയുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് ഒക്കെ വളരെ ചാർജ് ചെയ്യുന്ന, വളരെ കുറഞ്ഞ പോയിന്റിന് പോലും ഡാറ്റക്ക് പോലും വലിയ സംഖ്യ ചാർജ് ചെയ്യുന്ന സമയത്താണ് ഒരു കമ്പനി വന്നിട്ട് വെറുതെ എല്ലാവർക്കും ഇത് കൊടുക്കുന്നത്. അതോട് കൂടിയിട്ട് 5-10 വർഷത്തോടു കൂടി അവരെന്ത് ചെയ്ത് മാർക്കറ്റ് അവർ കയ്യിലാക്കി. ഇന്നിപ്പോ അവര് മാത്രം ഉള്ളൂ എന്ന രീതിയിലാക്കി. സിമ്പിൾ സ്ട്രാറ്റജി ആയിരുന്നു, പക്ഷെ കോസ്റ്റ്ലി ആയിരുന്നു എങ്കിൽ പോലും. അത് കസ്റ്റമർ അക്വിസിഷൻ സ്റ്റാർട്ട് ചെയ്യാം, പുതിയ ആളുകളെ നേടാനുള്ള ഒരു വഴിയാണ്. അപ്പോൾ അതൊരു എക്സാമ്പിൾ നിരവധി ഉണ്ട്, നമുക്ക് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലെങ്ത് കൂടും. പിന്നെ പ്രോഫിറ്റബിലിറ്റി വേണമല്ലോ, എബിലിറ്റി ടു മേക്ക് പ്രോഫിറ്റ്. കാരണം പുതിയ ആളെ കൊണ്ടുവരുന്നുണ്ട്, നിലവിലുള്ള ആളെ നഷ്ടപ്പെടാൻ നോക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും റിസൾട്ട് എന്തായിരിക്കും? ഇൻക്രീസ് റവന്യൂ ബൈ എൻഹാൻസിങ് കസ്റ്റമർ ലോയാലിറ്റി ആൻഡ് റിപ്പീറ്റ് പർച്ചേസ്. കസ്റ്റമർ ലോയാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ റിപ്പീറ്റ് പർച്ചേസ് നടക്കുകയുള്ളൂ. അപ്പൊ കസ്റ്റമർ ലോയാലിറ്റിക്കായിരിക്കും ഈ CRM അവസാനമായിട്ട് എത്തിക്കുക. പിന്നെ പേഴ്സണലൈസേഷൻ എന്ന് പറയുമ്പോൾ ഓരോ ആളുകൾക്കും ഓരോ രീതിയായിരിക്കും. ചില സമയത്ത് എക്സ്ക്ലൂസീവ് ഓഫർ എന്ന് പറഞ്ഞ് വരാറുണ്ട്. ഇപ്പം ചില ഫുഡ് ആപ്പുകളുണ്ട്, അതായത് സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ആപ്പുകളിൽ നമ്മൾ വാങ്ങുന്ന ഫുഡ് നോക്കിയിട്ട്, ആ പാറ്റേൺ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ്, എനിക്ക് നമ്മളെ
പ്രിഫർ ചെയ്യുന്ന ഹോട്ടൽ ഏതാന്ന് നോക്കി, റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് അവർ റെക്കമെൻഡ് എന്ന് പറയും, റെക്കമെൻഡേഷൻ ഫോർ യു, റെക്കമെൻഡ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട്. അത് തികച്ചും പേഴ്സണലൈസേഷൻ ആണ്. എനിക്ക് വരുന്ന പോലെയല്ല മറ്റൊരാൾക്ക് വരിക, കാരണം എന്റെ പാറ്റേൺ നോക്കിയിട്ടാണ് ആ വന്നത്. റെക്കമെൻഡേഷൻ ഫോർ യു ഇതൊക്കെ എന്താണ്, പേഴ്സണലൈസേഷൻ ആണ്. തൊട്ട് മുകളിൽ പറഞ്ഞ പോലെ പ്രോഫിറ്റബിലിറ്റി, ഇപ്പൊ ആമസോണ് പ്രൈം മെമ്പർഷിപ്പ് നൽകാറുണ്ട്. നമ്മുടെ സ്നേഹം കൊണ്ട് തരില്ലല്ലോ, അതിന് കുറച്ച് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരി തന്നെ, അതിന്റെ ചാർജും ഉണ്ട്. അപ്പൊ ആമസോണ് പ്രൈം മെമ്പർഷിപ്പ് എടുത്ത് വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിക്കാൻ അത് എന്ത് ചെയ്യാണ്, എൻകറേജ് ചെയ്യാണ്. അതുവഴി അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ കസ്റ്റമർ റിട്ടൻഷൻ, കസ്റ്റമർ അക്വിസിഷൻ, പ്രോഫിറ്റബിലിറ്റി, പേഴ്സണലൈസേഷൻ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള CRMന്റെ ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് CRM. സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ഫോർ കസ്റ്റമർ ഇൻഫർമേഷൻ. ഒരു മെയിൻ ഫീച്ചർ ആണെങ്കിൽ വൺ കോർപ്പറേറ്റുകളാണെങ്കിൽ അല്ലെങ്കിൽ ഇവർക്കൊരു എന്തുണ്ടാവും, ഒരു ഡാറ്റാബേസ് ഉണ്ടാവും. ആ ഡാറ്റാബേസ് സെൻട്രലൈസ്ഡ് ആകുമ്പോൾ അതിന് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ ബാങ്കിൽ നിന്ന് ലോണിന്റെ കേസ് പറഞ്ഞ പോലെ ബാങ്കുകൾക്ക് അവര് ആ സോഫ്റ്റ്വെയറിൽ, ആ സെൻട്രൽ ഡാറ്റാബേസിൽ നമ്മളെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. നമ്മുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, നമ്മുടെ ഇതുവരെയുള്ള ട്രാൻസാക്ഷൻസുകൾ, അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ, ഇവയൊക്കെ ഒരൊറ്റ ഡാറ്റാബേസിൽ അവർക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും, സൂക്ഷിക്കാൻ പറ്റും. ആ രീതിയിലൊരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ഉണ്ടാവും. അല്ലെങ്കിൽ ആമസോണിന്റെ കേസിൽ നമ്മൾ ഇന്നേ വരെ വാങ്ങിയ എല്ലാ പ്രൊഡക്റ്റുകളും, എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മുടെ അഡ്രസ്സ്, നമ്മൾ ഏത് ലൊക്കേഷനിലാണ്, ഏതൊക്കെ സമയത്ത് എപ്പോഴൊക്കെ ആണത് വാങ്ങിയത്, എല്ലാ ഡാറ്റയും ഉണ്ടാവും. അതേപോലെ അവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിപ്പോയ ആളുകൾ മുതലുള്ള സകല ഉപഭോക്താക്കളുടെയും ഡാറ്റ സെൻട്രൽ ഡാറ്റാബേസിലുണ്ട്. അത് വെച്ചിട്ട് അവർക്ക് എന്തോരം സ്ട്രാറ്റജീസ് ഫോം ചെയ്യാൻ പറ്റും, എന്തെല്ലാം രീതിയിൽ ആളുകളെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വലിയൊരു ഘടകമാണ് ഈ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് എന്നത്. പിന്നെ ട്രാക്ക് കസ്റ്റമർ ഇന്ററാക്ഷൻസ്. കസ്റ്റമർ ഇന്ററാക്ഷൻ ട്രാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് പല കോളുകൾ വരാറുണ്ട്, ഇമെയിൽ വരാറുണ്ട്, പിന്നെ അതല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലും എന്ത് ചെയ്യാറുണ്ട്, ഇന്ററാക്ഷൻസ് വരാറുണ്ട്. അത് ഈ കോളാണെങ്കിലും ഇമെയിൽ ആണെങ്കിലും. പിന്നെ ഇൻ കേസ് കംപ്ലൈന്റ് ഉണ്ടാവുകയാണെങ്കിൽ ഗ്രിവൻസ് അല്ലെങ്കിൽ അതുപോലുള്ള സിസ്റ്റത്തിൽ ഗ്രീവൻസ് ബോധിപ്പിക്കാൻ പറ്റാറുണ്ട്. അതിന് അവർ നമ്പർ തരാറുണ്ട്. പിന്നെ ജസ്റ്റ് ഇപ്പോൾ ഇമെയിൽ അയച്ചാൽ മതിയാവും ആ പരാതിയുമായിട്ട്. അതിനൊരു ഫോളോ അപ്പ് ഉണ്ടാവാറുണ്ട്. അത് അവർ CRM സിസ്റ്റമാണ് ചെയ്യുന്നത്. ആ സിസ്റ്റത്തിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, അത് അവർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്കും ട്രാക്ക് ചെയ്യാം, ഏത് ഡിപ്പാർട്ട്മെന്റ് അത് എത്തിയിട്ടുണ്ട്, അതിന്റെ സൊല്യൂഷൻ എന്താണ്, റീഫണ്ട് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന രീതിയിലൊക്കെ. പിന്നെ സെയിൽസ് ഓട്ടോമേഷൻ ആണ്, സപ്പോർട്ട് സെയിൽസ് ഓട്ടോമേഷൻ. അതായത് ലീഡ്സ്, കൺവേർഷൻ, ഫോളോ അപ്സ്, സപ്പോർട്ട് സെയിൽസ് ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ CRM വഴി തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്ക് ലീഡ് ചെയ്യാനും. നമുക്കൊരു ചിലപ്പോൾ ഒരു എൻക്വയറി വന്നിട്ടുണ്ടാവുള്ളൂ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരിക്കും. പക്ഷേ ആ എൻക്വയറി അവരെന്താക്കി മാറ്റിയിട്ടുണ്ടാവും, ഒരു ഓർഡർ ആക്കി മാറ്റിയിട്ടുണ്ടാവും, കൺവേർഷൻ നടത്തിയിട്ടുണ്ടാവും, അതിനുശേഷം ഫോളോ അപ്സ് വന്നിട്ടുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യാം, അവർക്ക് ആ രീതിയിൽ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പ്രൊവൈഡ് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സർവീസ് മാനേജ്മെന്റ്. കസ്റ്റമർ സപ്പോർട്ട്, സർവീസ് മാനേജ്മെന്റ് ഒക്കെ പ്രൊഡക്റ്റ് വാങ്ങിയ ശേഷമാണ്. അത് വാങ്ങിയ ശേഷം സപ്പോർട്ട് കൊടുക്കേണ്ടി വരും, സർവീസ് മാനേജ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പം ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ ഡെലിവറി വൈകിയാൽ അത് നോട്ടിഫൈ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് CRM വഴി കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. അങ്ങനെ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അവരെല്ലാ സിസ്റ്റവും അതെന്ത് ചെയ്യാം, അതിൽ അപ്ഡേറ്റ് ചെയ്യും. അവരെ കൊറിയർ സർവീസ്, വെയർഹൗസ് സർവീസ്, ഇവിടെയൊക്കെ അതിന്റെ അപ്ഡേഷൻ വരികയും അത് ഇഷ്യൂ സോൾവ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ഏറ്റവും ലാസ്റ്റ്, അനലിറ്റിക്കൽ ടൂൾ ഫോർ പ്രിഡിക്റ്റിംഗ് കസ്റ്റമർ പ്രിഫറൻസ് ആൻഡ് ട്രെൻഡ്. കസ്റ്റമർ പ്രിഫറൻസ്, ട്രെൻഡ്, വരും വർഷങ്ങൾ, വരും മാസങ്ങൾ, വരും ദിവസങ്ങൾ കസ്റ്റമർ ട്രെൻഡ് എന്തായിരിക്കും, കസ്റ്റമർ പ്രിഫറൻസ് എന്തായിരിക്കും, അത് അനലൈസ് ചെയ്യാനും പ്രിഡിക്റ്റ് ചെയ്യാനും ഇത്തരം CRM, നല്ലൊരു വെൽ സെറ്റപ്പ് CRM വഴി സാധിക്കാറുണ്ട്. ഇപ്പം ഈ മൂവി ആപ്പുകൾ ഉണ്ടല്ലോ, നെറ്റ്ഫ്ലിക്സ് പോലുള്ള ആപ്പുകൾ വെച്ചിട്ട് നമ്മൾ കാണുന്ന സിനിമകളും സീരിയലും അവർ അനലൈസ് ചെയ്തിട്ട് നമ്മുടെ താല്പര്യം എന്താ എന്ന് നോക്കാൻ അവർക്ക് അറിയാം. ആ പാറ്റേൺ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുവഴി റെക്കമെൻഡഡ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് പുതിയ സിനിമകൾ നമുക്ക് നിർദ്ദേശിക്കാറുണ്ട്. ഈ നിർദ്ദേശിച്ചില്ലെങ്കിലും നമ്മുടെ ടേസ്റ്റ് പ്രിഫറൻസ് മാറുന്നുള്ള കാര്യം, ലക്ഷക്കണക്കിനുള്ള ഒരു കസ്റ്റമേഴ്സിൽ വരുന്ന മാറ്റങ്ങൾ പോലും അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ CRM വഴി സാധിക്കാറുണ്ട്.
നെക്സ്റ്റ് ഫീച്ചേഴ്സ് കഴിഞ്ഞു. ഫീച്ചേഴ്സ് സിമ്പിൾ ആയിട്ട് പറയാം. എന്താണ് വലിയ ഡാറ്റാബേസ് ഉണ്ട്, കസ്റ്റമർ ഇന്ററാക്ഷൻസ് ഉണ്ട്, സെയിൽസ് ഓട്ടോമേഷൻ, കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സർവീസ് മാനേജ്മെന്റും, ഏറ്റവും ലാസ്റ്റ് പ്രിഡിക്റ്റിംഗ് ഫ്യൂച്ചർ ട്രെൻഡ്, എന്താണ് അനലിറ്റിക്കൽ ടൂൾസ് വെച്ചിട്ട്. നെക്സ്റ്റ് കമ്പോണൻസ് ഓഫ് സി ആർ എമ്മിന് മെയിൻ ആയിട്ട് 3 കമ്പോണൻസ് ആണുള്ളത്. ഓപ്പറേഷണൽ CRM, അനലിറ്റിക്കൽ CRM, കൊളാബറേറ്റീവ് CRM. ഓപ്പറേഷണൽ CRM എന്ന് പറഞ്ഞാൽ മാനേജ് ഡേ ടു ഡേ ഇന്ററാക്ഷൻസ് ലൈക്ക് സെയിൽസ്, മാർക്കറ്റിംഗ് ആൻഡ് കസ്റ്റമർ സപ്പോർട്ട്. ഡേ ടു ഡേ ഇന്ററാക്ഷൻസ് ആണ്, അതാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓപ്പറേഷണൽ CRM എന്ന് പറയുമ്പോഴേ ഡേ ടു ഡേ ഇന്ററാക്ഷൻ എന്തൊക്കെയാവാം? സെയിൽസ്, മാർക്കറ്റിംഗ്, കസ്റ്റമർ സപ്പോർട്ട്. ഇപ്പം എയർടെല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു മൊബൈൽ സർവീസ് പ്രൊവൈഡറുടെ സിം കാർഡ് ആക്റ്റീവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ റീചാർജ് റിമൈൻഡർ SMS അയക്കുന്നതൊക്കെ ഓപ്പറേഷൻ CRM വഴി അതിന്റെ ഭാഗമാണ്. ഇപ്പം നമ്മുടെ 1 month പ്ലാൻ ആണ്. 1 month പ്ലാൻ കഴിയുന്ന മുമ്പേ അതിന്ന് എന്ത് ചെയ്യും? റിമൈൻഡർ വരും. അതിന്ന് കോൾ ചെയ്യുന്ന മുമ്പ് ഒരു 2 minute ഒരാളിങ്ങനെ പറയും തീരാനായിട്ടുണ്ട് എന്നല്ലേ. അത് കേൾക്കേണ്ട അത് ഒരാഴ്ച മുമ്പേ തുടങ്ങിയിട്ടുണ്ടാവും. അത് കേൾക്കേണ്ട വിചാരിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും? നമ്മൾ റീചാർജ് ചെയ്യാറുണ്ട്. കാരണം അത്രയും സമയം പോവുക ചെയ്യാറ്. അതൊക്കെ ഓപ്പറേഷണൽ CRM ആണ്. പിന്നെ അതല്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് പോളിസിന്റെ സമയം കഴിയാനായിട്ടുണ്ടെങ്കിൽ 45 days മുമ്പ് റിമൈൻഡർ തുടങ്ങുന്നവരെ കണക്ക് തന്നെ അങ്ങനെ തന്നെ. അപ്പൊ നിരന്തരമായിട്ട് കോളും ഇമെയിലും വരാറുണ്ട്. അത് ഓപ്പറേഷണൽ CRM ആണ്. പിന്നെ അനലിറ്റിക്കൽ CRM എന്ന് പറയുമ്പോഴും മറ്റൊരു എലമെന്റ് ആണ് CRMന്റെ. ഒന്ന് ഓപ്പറേഷൻ ലെവല്, മറ്റൊന്ന് അനലിറ്റിക്കൽ ലെവല്. യൂസ് കസ്റ്റമർ ഡാറ്റ ടു അനലൈസ് ബിഹേവിയർ ആൻഡ് മേക്സ് സ്ട്രാറ്റജിക് ഡിസിഷൻസ്. കാരണം ഇവിടെ അനാലിസിസ് നടക്കുന്നത്, അനലിറ്റിക്സ് ആണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു എന്താ പറയാ, ഇപ്പോൾ ആമസോണിന്റെ കേസ് ആണെങ്കിൽ തന്നെ നമ്മൾ ഇന്നേ വരെയുള്ള ഹിസ്റ്ററി അവരുടെ കയ്യിലുണ്ട്. അത് ഒരു പാറ്റേൺ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ഓർഡർ എന്തായിരിക്കും അവർക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. അത് വെച്ചിട്ട് അതിനുവേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ഓഫർ നൽകി അങ്ങനെ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ അത് ഉടനെ വാങ്ങിയിട്ടുണ്ടാവും. കാരണം അത് അത്രയും എളുപ്പത്തിൽ അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് അവർ അനലിറ്റിക്കൽ ടൂൾസ് വെച്ചിട്ട് അവർക്ക് എത്താൻ പറ്റും. ഇതൊരു ഓട്ടോമേഷൻ പ്രോസസ് ആണ്. ഓരോരുത്തർ ആളുകളെ സെലക്ട് ചെയ്യുന്നതല്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് അവരെ ലക്ഷക്കണക്കിനുള്ള കസ്റ്റമേഴ്സിന് നടന്നോളും. അതിനനുസരിച്ച് അവിടെ നോട്ടിഫിക്കേഷൻ പോയിക്കോളും. അത് കിട്ടിയിട്ട് ആളുകൾ അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യും. അത് അനലിറ്റിക്കൽ CRM ലെവലാണ്. മൂന്നാമത്തെ കമ്പോണൻസ് കൊളാബറേറ്റീവ് CRM ആണ്. കൊളാബറേറ്റീവ് എന്ന് പറയുമ്പോഴും എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ ബിറ്റ്വീൻ കമ്പനി, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കസ്റ്റമേഴ്സ്. കമ്പനികൾക്ക് വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, അവർക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ തമ്മിൽ ഒരു ആശയവിനിമയം വളരെ ഭംഗിയായി നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് വാങ്ങിയ ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡെലിവറി ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ അവരെ, അതായത് കസ്റ്റമർ കെയർ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകാം. അതിനുശേഷം വെയർ ഹൗസ്, ഡെലിവറി ടീം, ഇവരെല്ലാം ഒരു ഏകോപനത്തോട് കൂടിയിട്ട് ആ CRM സിസ്റ്റം ഇവരെല്ലാം കണക്ട് ചെയ്തിട്ട് ആ പ്രശ്നം എന്ത് ചെയ്യും? സോൾവ് ചെയ്യും. ആ പ്രൊഡക്റ്റ് വരെ ട്രാക്ക് ചെയ്യും. എന്താ വിഷയം അവർ ചെക്ക് ചെയ്യാൻ പറ്റും. അതെന്താ മൂവ് ചെയ്യാത്തത്, അത് മൂവ് ചെയ്യിപ്പിക്കാനുള്ള പണികളൊക്കെ അവർ എന്ത് ചെയ്തോളും? ഈ പറഞ്ഞ കൊളാബറേറ്റീവ് CRM ലെവലിലൂടെ ചെയ്യാൻ പറ്റും. ഇപ്പൊ കമ്പോണൻസ് ഓഫ് CRM എന്ന് പറയുമ്പോൾ ഓപ്പറേഷണൽ, അനലിറ്റിക്കൽ, കൊളാബറേറ്റീവ്. ഓപ്പറേഷണൽ ഡേ ടു ഡേ ആണ്. അനലിറ്റിക്കൽ തികച്ചും അനലിറ്റിക്കൽ ടൂൾസ് വെച്ചിട്ട് സ്ട്രാറ്റജി ഫോം ചെയ്യാണ്. കൊളാബറേറ്റീവ് എന്ന് പറയുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും വിത്ത് കസ്റ്റമർ ആയിട്ട് എന്താണ് കൊളാബറേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പ്രോസസ് ഓഫ് CRMന്റെ എന്തായാലും പ്രോസസ് ഉണ്ട്. കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഡിഫറൻസിയേഷൻ, ഇന്ററാക്ഷൻ, ദെൻ കസ്റ്റമൈസേഷൻ, റീടെൻഷൻ. ഇത്രയും സ്റ്റേജിലൂടെയാണ് CRM എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പാണ്. കളക്ട് ഡാറ്റ ഫ്രം വേരിയസ് സോഴ്സ്. അപ്പൊ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക? അതായത് പല സോഴ്സിൽ നിന്നും ഇപ്പൊ ചില സ്ഥാപനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ട, ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ, ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് പറ്റുന്ന കോഴ്സ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികളെ കോണ്ടാക്ട്സ് കിട്ടാൻ അവർക്ക് പണിയൊന്നുമില്ല. അത് അവർ കളക്ട് ചെയ്യും. നിരന്തരമായിട്ട് അവരെ വിളിച്ചിട്ട് അവർ പിന്നാലെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ രീതി അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അവരെന്ത് ചെയ്യണം? ഇതിലേക്ക് എത്തിക്കുക എന്ന പണി അവർക്ക് ചെയ്യേണ്ടതുള്ളൂ. ആ രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാം? കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ ചെയ്യാം. പിന്നെ കസ്റ്റമർ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ ഓരോ ആളുകളും വ്യത്യസ്തമായിരിക്കും. ഓരോ ആളുകളെ ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അവരുടെ താല്പര്യങ്ങൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ
ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടതുണ്ട്. സെഗ്മെന്റ് കസ്റ്റമർ ബേസ്ഡ് ഓൺ വേരിയസ് നീഡ്സ് ആൻഡ് വേരിയസ് ബേസ്ഡ് ഓൺ വാല്യൂസ് ആൻഡ് നീഡ്സ്. അവരുടെ ആവശ്യങ്ങൾക്കും അവരുടെ വാല്യൂവിനനുസരിച്ച് ചില ആൾക്ക് പ്രീമിയം പ്രൊഡക്ട്സേ പറ്റുള്ളൂ, ചില ആൾക്ക് ബേസിക് വേരിയന്റ് മതിയാകും. അപ്പൊ ആ രീതിയിലൊക്കെ വ്യത്യസ്തത ഉണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു സെഗ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. അതാണ് കസ്റ്റമർ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാല്. ഇപ്പോൾ ചില ബാങ്കുകൾ നല്ല വലിയ ട്രാൻസാക്ഷൻ നടത്തുന്ന കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഒരു ഹൈ നെറ്റ്വർത്ത് കസ്റ്റമേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അവരെ വലിയ വൻകിട ഇടപാടുകൾ നടത്തുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരു റിലേഷൻഷിപ്പ് മാനേജറെ നൽകും. അവർക്ക് പേഴ്സണലായിട്ട് നൽകും. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ ആ റിലേഷൻഷിപ്പ് മാനേജർ കോൺടാക്ട് ചെയ്താൽ മതി, അത് സോൾവ് ആവും ചെയ്തോളും. അല്ല, ഒരു വല്ലാത്തൊരു കസ്റ്റമർ ആയിരുന്നെങ്കിൽ ബാങ്കിന്റെ ഒരു ഗ്രീവൻസ് സെൽ വഴി തന്നെ മുന്നോട്ട് പോകേണ്ടിരുന്നു, കുറച്ച് സമയം എടുത്തേക്കാം. ഇത് ഡയറക്റ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് മാനേജർ കിട്ടുന്ന സമയം കൊണ്ട് അദ്ദേഹം സാറ്റിസ്ഫൈ ആവുകയും ചെയ്യും, ബാങ്കിന് ആ ഒരു വലിയ കസ്റ്റമർ നഷ്ടപ്പെടാതിരിക്കാനും പറ്റും. അതാണ് കസ്റ്റമർ ഡിഫറൻസിയേഷൻ എന്നല്ലോ. ഓരോ ആളുകൾ ഡിഫറൻസ് അനുസരിച്ച് എന്ത് ചെയ്യുക, അവരെ ട്രീറ്റ് ചെയ്യാം. ദെൻ കസ്റ്റമർ ഇന്ററാക്ഷൻ ആണ്. കസ്റ്റമർ ഇന്ററാക്ഷൻ നേരത്തെ നമ്മൾ പറഞ്ഞ് നമുക്ക് നിരന്തരം ഇമെയിൽ വരാറുണ്ട്, SMS വരാറുണ്ട്, പിന്നെ അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാറുണ്ട്. അവർ ആപ്പ് വഴിയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നേക്കാം. അതെന്താണ്, കസ്റ്റമർ ഇന്ററാക്ഷൻ ആണ്. അതായത് നിരന്തരമായിട്ട് അവരായിട്ട് എൻഗേജ് ചെയ്യാം, എൻഗേജ് ത്രൂ കമ്മ്യൂണിക്കേഷൻ ചാനൽ. അവരെ എൻഗേജ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ എന്തുണ്ടാവും, ഈ ഒരു കാര്യം ഉണ്ടാകും. ഇപ്പം ഫുഡ് ആപ്പിന്റെ കേസ് ആണെങ്കിൽ സൊമാറ്റോ, സ്വിഗ്ഗി എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, എന്താ പറയാ, നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്, പുതിയ ഓഫർ എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്, ഇമെയിൽ വരാറുണ്ട്, ആപ്പ് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്, അതേപോലെ ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ വരാറുണ്ട്. അങ്ങനെ അതൊക്കെ എന്താണ്, ഒരു ഇന്ററാക്ഷൻ ആണ്. അവരെ നമ്മളിങ്ങനെ നിരന്തരം ഉണർത്തിയിട്ട് ചിലപ്പോൾ അത് രീതിയിലൊക്കെ എന്താ പറയാ, ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നുള്ളത് കസ്റ്റമൈസേഷൻ ആൻഡ് പേഴ്സണലൈസേഷൻ ആണ്. കസ്റ്റമൈസേഷൻ നമുക്കറിയാം മാസീവ് അല്ലാതെ എന്താണ്, സ്പെസിഫിക് ആണ്, ഓരോ ആളുകൾക്ക് അനുസരിച്ചാണത്. ഇപ്പൊ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാ വരാറ്, എല്ലാവർക്കും പോലെയുള്ള ഒരു ഹോം പേജ് ആണ് വരാറുള്ളത്, അല്ല. ഓരോ ആളുകളുടെ താല്പര്യം അനുസരിച്ചുള്ള വീഡിയോസ് ആയിരിക്കും യൂട്യൂബിന്റെ അനലിറ്റിക്സ് പ്രകാരം അത് ഇട്ട് തന്നിട്ടുണ്ടാവുക. അത് തികച്ചും നമുക്ക് അനുയോജ്യമാണ്, നമുക്ക് എല്ലാം കൊണ്ട് അത് എളുപ്പമാണ് ആണേനും. അത് പേഴ്സണലൈസേഷന്റെ ഭാഗമാണ്. ഓരോ വ്യക്തിക്കും വ്യത്യസ്ത അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഒരു പൊതുവായ രീതിയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക, ഒരു സ്പോർട്സിന്റെ ഒരു വീഡിയോ ഉണ്ടാവും, ആർട്സിന്റെ, അങ്ങനെ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ട് അതൊന്നും നമുക്ക് പറ്റിക്കോളുന്നുണ്ടാവില്ല. നമ്മുടെ താല്പര്യം വേറെ എന്താണെങ്കിൽ അതനുസരിച്ചിട്ട് ഇട്ട് തന്നാൽ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. അതേപോലെ നെറ്റ്ഫ്ലിക്സിന്റെ കേസ് ആണെങ്കിൽ തന്നെ നമ്മൾ മുമ്പേ കണ്ട സിനിമ, സീരിയൽ ആ വിഷയമായി ബന്ധപ്പെട്ടത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ആ പാറ്റേൺ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ റെക്കമെൻഡഡ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അത്തരത്തിലുള്ള വീഡിയോസ് ആണ് ഇട്ട് തരാറുള്ളത്. കസ്റ്റമൈസേഷൻ ആണ് ആൻഡ് പേഴ്സണലൈസേഷന്റെ ഭാഗമാണ്. പിന്നെ കസ്റ്റമർ റിട്ടൻഷൻ ഏറ്റവും ലാസ്റ്റ് ആണ്, റിട്ടേൺ ചെയ്യുക, അതായത് നിലനിർത്തേണ്ടതുണ്ട്. ഒരുപാട് കാലത്തേക്ക് ഇവരായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞു, കാറുകളുടെ സർവീസ് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഈവൻ ഫ്രീ സർവീസ് ആണെങ്കിൽ പോലും സമയാസമയത്ത് അവരെന്ത് ചെയ്യാറുണ്ട്, നോട്ടിഫൈ ചെയ്യാറുണ്ട്, സാറ് സർവീസ് ആയിട്ടുണ്ട്, ഇത്ര കിലോമീറ്ററിന്റെ സർവീസ് ആയിട്ടുണ്ട്, ഇപ്പൊ വന്നാൽ ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അവര് മാത്രമല്ല, സർവീസ് വ്യത്യസ്ത സർവീസ് കമ്പനികൾ തന്നെ ഒരു നാട്ടിൽ തന്നെ ഉണ്ടാവും. അവിടെ നിന്നൊക്കെ കോൾ വന്നേക്കാം, അവർക്ക് അറിയാം, അവർ വിളിക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ മുമ്പേ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ ആ പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ്, കസ്റ്റമർ റിട്ടൻഷൻ ആണ്. ഇപ്പൊ ഈ മാസം അങ്ങനെ ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, അവര് എത്തിക്കാറുണ്ട്. ദെൻ ഇത്രയാണ് എന്ത് പ്രോസസ്സ്: ഐഡന്റിഫിക്കേഷൻ, ഡിഫറൻസിയേഷൻ, ഇന്ററാക്ഷൻ, കസ്റ്റമൈസേഷൻ, കസ്റ്റമർ റിട്ടൻഷൻ. ഇത്രയും പ്രോസസ്സുകളുണ്ട്. ഇനി വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് CRM? CRMന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, തർക്കമൊന്നുമില്ല. ഈ രീതിയിൽ കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെന്തായിരിക്കും, അത് ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ തന്നെയായിരിക്കും. ഇൻക്രീസ് സെയിൽസ് ഗ്രോത്ത്, തീർച്ചയായിട്ടും അത് സെയിൽസ് ഗ്രോ ചെയ്യിപ്പിക്കും. ഇംപ്രൂവ് മാർക്കറ്റിംഗ് എഫക്റ്റീവ്നെസ്, എഫക്റ്റീവ് മാർക്കറ്റിംഗ് തന്നെയായിരിക്കും ഈ CRMലൂടെ ചെയ്യാൻ സംഭവിക്കുന്നത്. സ്ട്രോങ്ങർ കസ്റ്റമർ ലോയാലിറ്റി, അത് തന്നെ ഈ രീതിയിലൊക്കെ കസ്റ്റമർ ട്രീറ്റ് ചെയ്താലേ, നമ്മൾ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്താൽ തന്നെ കസ്റ്റമർ ലോയൽ ആയിട്ട് മാറും, ആ ബ്രാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെടും. അദ്ദേഹം മറ്റുള്ളവർക്ക് അത് റെക്കമെൻഡ് ചെയ്യും, അദ്ദേഹത്തെ കിട്ടും, കൂടെ മറ്റുള്ളവരെയും കിട്ടും എന്നൊരു സ്ഥിതിയിലേക്ക് എത്തും. ഹെൽപ്സ് ഇൻ കോസ്റ്റ് റിഡക്ഷൻ ബൈ ടാർഗറ്റിംഗ് ദി റൈറ്റ് കസ്റ്റമേഴ്സ്. കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാൻ പറ്റും. വൻകിട രീതിയിൽ മാസ് പരസ്യങ്ങളൊന്നും ചെയ്യാതെ വളരെ സ്പെസിഫിക് ആയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് വളരെ ആളുകളെ ഫോക്കസ് ചെയ്തിട്ട് സിസ്റ്റം ചെയ്തോളും. അത് ഈ പറഞ്ഞ CRM സിസ്റ്റം
കമ്പ്യൂട്ടർ ഓട്ടോമേഷനിലൂടെ അത് നടത്തിക്കോളും, നമ്മളൊന്നും അറിയേണ്ടതില്ല. ചെറിയ ഇൻവെസ്റ്റ്മെന്റിലൂടെ അതൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും. അതേപോലെ എന്തുണ്ട്, ചലഞ്ചസ് ഉണ്ട് CRM-ന്. അതായത് ഇതൊരു ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ്, കാരണം ഇതൊരു സിസ്റ്റം ആണല്ലോ. ഇതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഡിപ്പാർട്ട്മെന്റ് മാത്രം മതിയാവില്ല, ഒക്കെ കണക്ട് ചെയ്ത് മുന്നോട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ് എന്നൊരു കോസ്റ്റ് തന്നെയുണ്ട്. റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ് ഡ്യൂ ടു ചേഞ്ച്, കാരണം ഒരു നിലവിലെ സിസ്റ്റത്തിൽ ഒരു മാറ്റം വരികയാണ്, തീർച്ചയായിട്ടും അവിടെ റെസിസ്റ്റൻസ് വന്നേക്കാം എംപ്ലോയിന്റെ ഭാഗത്തു നിന്ന്. ഡാറ്റ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഇഷ്യൂസ്, കാരണം കസ്റ്റമേഴ്സിന് കഴിയുന്ന എല്ലാ വിവരങ്ങളും വാങ്ങി വെക്കുന്നുണ്ട്. അവരുടെ ഫോൺ നമ്പർ, ബേസിക് ഡീറ്റെയിൽസ്, അഡ്രസ്സ്, ലൊക്കേഷൻ, അവരുടെ ഹിസ്റ്ററി, അതൊക്കെ സൂക്ഷിച്ചു വെക്കുകയാണ് ഡാറ്റാബേസിൽ. സൂക്ഷിച്ചു വെക്കുന്നത് തെറ്റൊന്നുമില്ല, ഇന്നത്തെ കാലത്ത് വേണമെങ്കിൽ പറയാം, പ്രൈവസി ഇഷ്യൂസ് ഇല്ല എങ്കിൽ. പക്ഷെ ആ സൂക്ഷിച്ചു വെച്ച ഡാറ്റ നഷ്ടപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാവും, അവർ കയ്യിൽ നിന്ന് ഹാക്ക് ചെയ്തിട്ട് ആരിൽ കൊണ്ടുപോയാലോ. അപ്പൊ അത് സൂക്ഷിച്ചു വെക്കുക മാത്രം പോലെ അത് കറക്റ്റ് ആയിട്ട്, അത് സെക്യൂർ ആയിട്ട് വെക്കുന്നതും ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ക്രൂഷ്യലാണ്. മാത്രമല്ല ഡിഫിക്കൽറ്റി ഇൻ ഇന്റഗ്രേറ്റിംഗ് CRM വിത്ത് എക്സിസ്റ്റിംഗ് സിസ്റ്റം, അത് ന്യൂ സിസ്റ്റം ആണല്ലോ. അപ്പോൾ ഈ CRM സിസ്റ്റം ഒരു ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും, ഇതൊക്കെയാണ് ചലഞ്ചസ് ആയിട്ട് വരുന്നത്. ഇത്രയാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിലെ CRM എന്ന ഭാഗത്ത് നിന്ന് ഉൾപ്പെടുത്തിയത്. താങ്ക്സ് ഫോർ വാച്ചിങ്.